പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂലൈ മാസം 20 ഹല്ലേലൂയ ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിയിട്ടൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ആമേൻ 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 ആമേൻ. കഴിഞ്ഞ രാത്രികാലം നല്ല ഉറക്കം തന്നു. രാവിലെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ അത്ഭുതകരമായിട്ട് നടത്തി. ഈ പ്രഭാതത്തിൽ നമ്മളെ ആരോഗ്യത്തോട് ഉണർത്തി. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതമായി നമ്മളെ നടത്തുന്നു. കർത്താവിന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, താങ്ക് യു ലോർഡ്. ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയകരമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം, ആവശ്യങ്ങളെ കൂട്ടായിട്ടിരിക്കുന്നതിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്തു. അപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഈ പ്രഭാതം നന്ദി പറയുന്നു കർത്താവേ. ആമേൻ. അങ്ങ് ഞങ്ങളെ ഇന്ന് വരെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. 2025 ഈ 7-ാം മാസത്തിൻ്റെ 20-ാമത്തെ ദിവസം വരെയും അങ്ങയുടെ കൃപയുടെ കീഴിൽ ഞങ്ങളെ സൂക്ഷിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. കോഴി തൻ്റെ ചിറങ്ങിൻ്റെ അടിയിൽ കുഞ്ഞുങ്ങളെ ഒളിപ്പിക്കുന്നത് പോലെ അങ്ങ് ഞങ്ങളെ ഒളിപ്പിച്ചു വെച്ച് ഈ പോയ കാലങ്ങളിൽ സമയങ്ങളിൽ അതിശയമായി ഞങ്ങളെ നടത്തിയ അങ്ങയുടെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ രക്ഷിച്ച സ്നേഹം ഓർക്കുമ്പോൾ സ്തോത്രം. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾക്ക് ലഭിച്ച വീണ്ടെടുപ്പിനായിട്ട് കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനം 30, യഹോവേ ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു, കർത്താവ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ കർത്താവ് ഇടയാക്കിയതുമില്ല. 3-ാമത്തെ വാക്യം, യഹോവേ അങ്ങൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കണേ, കർത്താവ് എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതി കർത്താവെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. തന്ന ഓരോ നന്മകൾക്കും അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഓരോരുത്തരുടെ മേലും വ്യക്തിപരമായി വ്യാപരിക്കട്ടെ. കർത്താവ് ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. ആത്മാവിൻ്റെ ശക്തി അവരുടെ മേലുണ്ടാകട്ടെ. ആത്മാവിൻ്റെ നിറവ് ഇവർ അനുഭവിക്കട്ടെ. ആമേൻ. അതുമാത്രമല്ല കർത്താവേ, ഇവരുടെ ഉള്ളിലൊരു ഉണർവുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഉണർവുണ്ടാകട്ടെ. ഇവർക്ക് യേശുവിനോടുള്ള സ്നേഹം യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കട്ടെ. ഇവർക്ക് ദൈവിക സ്വഭാവമുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കൈകളിൽ തരുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും വിട്ടുപോകട്ടെ. രോഗാത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കും. എല്ലാ സ്പിരിറ്റ് ഓഫ് ആർത്രൈറ്റിസിൻ്റെ ശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ആമേൻ. എല്ലാ ജോയിൻറ്റ് പെയിനുകളും വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. സ്കിൻ ഇളകിപ്പോകുന്ന രോഗങ്ങൾ, സ്കിന്നിൻ്റെ കളറ് മാറി സ്കിൻ ഇളകിപ്പോകുന്നു. വലിയ നീറ്റലുകൾ അനുഭവിക്കുന്നു, വേദനകൾ അനുഭവിക്കുന്നു. ആ സ്പിരിറ്റ് ഓഫ് ആ അലർജിയെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കി കളയുന്നു. അതുപോലെ കർത്താവേ, ശാരീരികമായ ഭയങ്കര ക്ഷീണത്താൽ കഴിയുന്നവർ, വലിയ രോഗം ബാധിച്ച് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ഇപ്പോൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ ദൈവിക സൗഖ്യത്തെ കൽപ്പിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യമുള്ളവരായി തീരുക. ആമേൻ. ബലമുള്ളവരായി തീരുക. ക്ഷീണം വിട്ടുമാറട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ജോലിയിലെ ക്ലേശങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും പരാജയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതുപോലെ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ യഹോവയെ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി, മാതാപിതാക്കളെ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഞങ്ങളവരെ ബ്ലെസ് ചെയ്യുന്ന കർത്താവെ. അതുപോലെ ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അത് വലിയൊരു ഉണർവ് യോഗങ്ങളായി മാറട്ടെ. ദേശങ്ങളുടെ ഉണർവിന്, രാജ്യങ്ങളുടെ ഉണർവിന് ഇന്നത്തെ സഭായോഗം മുഖാന്തരമായി തീരട്ടെ. വലിയ മാറ്റങ്ങൾ, ലോകത്തെ ചലിപ്പിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതം വലിയ അനുഗ്രഹത്തിനും ആമേൻ ആത്മീക പ്രചോദനത്തിനും ആത്മീക വളർച്ചയ്ക്കും കാരണമായി തീരട്ടെ. കർത്താവ് അനുവദിച്ച നാളെ രാത്രി നമ്മുടെ സ്പെഷ്യൽ ഓൺലൈൻ മീറ്റിങ്ങുകളുണ്ട്. മറന്നുപോകാതെ നിങ്ങളതിൽ പങ്കെടുക്കുക. രാത്രി ഇന്ത്യൻ സമയം 9:30 ആമേൻ, ഇന്ത്യൻ സമയമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ യൂട്യൂബിലോ സൂമിലോ കൂടി അതിൽ പങ്കെടുക്കുക. അത് നിങ്ങളെ ക്രിസ്തുവിനോട് കൂടുതൽ അടുപ്പിക്കുവാനും ക്രിസ്തുവിൽ നിങ്ങളെ ആമേൻ തികഞ്ഞവരാക്കി തീർക്കുവാനും ഇടവരുത്തും. അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ശ്രദ്ധിച്ച ഇന്ന് പ്രഭാതത്തിൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങളെല്ലാവരും കാണുകയും ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. ഇന്ന് മെസ്സേജിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമം, അതിനകത്തുള്ള ശക്തി അധികാരത്തെക്കുറിച്ചാണ്. പത്രോസും യോഹന്നാനും നമുക്കറിയാം 2-ാമത്തെ അധ്യായം കഴിഞ്ഞ് 3-ാമത്തെ അധ്യായത്തിൽ സുന്ദരൻ ഗോപുരത്തിൻ്റെ അവിടേക്ക് ചെല്ലുമ്പോൾ ആ സുന്ദരൻ ഗോപുരത്തിൻ്റെ അഴിവിൽ വാതിക്കൽ സ്ഥിരമായി ഒരു മുടന്തനായ മനുഷ്യനെ സ്ഥിരമായി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ നിന്ന് ഓരോരുത്തരോട് ഭിക്ഷ ചോദിക്കുന്ന പരിപാടിയാണ് അവനുണ്ടായിരുന്നത്. അവർ പതിവ് പോലെ പത്രോസിനോടും യോഹന്നാനോടും ഭിക്ഷ ചോദിച്ചു. അവർ പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്തു? എന്നിട്ട് അവൻ്റെ കൈ പിടിച്ചു. അവൻ എഴുന്നേറ്റു. ആമേൻ. അവൻ എഴുന്നേറ്റ് നിൽക്കുന്ന രംഗത്ത് ആളുകൾ അത്ഭുതമായി പോയി. ആളുകൾ ആശ്ചര്യപ്പെട്ടു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ഇതിൻ്റെ പിൻപിൽ എന്ന് ചിന്തിക്കുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാ ആശ്ചര്യപ്പെടുന്നത്? ഇത് ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ വിശുദ്ധിയോ ഞങ്ങളുടെ കഴിവോ കൊണ്ടല്ല, പിന്നെയോ എന്നിട്ടാണ് പറയുന്നത്, അവൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ അവൻ്റെ നാമം തന്നെ, അതായത് യേശുവിൻ്റെ നാമത്തിലെ വിശ്വാസത്താൽ യേശുവിൻ്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അപ്പം ഈ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം പറയുക, ആ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ്, യേശുവിൻ്റെ നാമമാണ് ഈ മുടന്തനായ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത്. ഒരിക്കൽ റെനാഡ് ബോങ്കെ എന്ന് പറയുന്ന പ്രശസ്തനായ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, പത്രോസിൻ്റെ വായിൽ യേശുവിൻ്റെ നാമം ഇരിക്കുന്നത് പോലെ തന്നെയാണ് എൻ്റെ നാവിലും യേശുവിൻ്റെ നാമം ഇരിക്കുന്നത്. അത് പറയുന്ന ആളിൻ്റെ കഴിവല്ല, നാമത്തിൻ്റെ ശക്തിയാണ്. അതായത് ഇന്ന് അതേ നാമം നമ്മുടെ നാവിലൂടെ പറയുമ്പോൾ അതേ അത്ഭുതം നമുക്കും പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ പറയുന്ന ആളിൻ്റെ കഴിവല്ല അതിനകത്ത് സംഭവിക്കുന്നത്, അത് ആ നാമത്തിൻ്റെ പ്രത്യേകതയാണ്. യേശുവിൻ്റെ നാമം അധികാരത്തെ ക്യാരി ചെയ്യുന്നു. ഇതൊരു വെറും ലേബലല്ല. യേശുവിൻ്റെ നാമം സ്വർഗീയ ശക്തിയാണ്. അവൻ മരണത്തിൽ നിന്നും ഉള്ള ജയമാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നാമം നിങ്ങളുടെ നാവിൽ തന്നിരിക്കുന്നു. ആ നാമത്തിൽ കാര്യങ്ങൾ കൽപ്പിക്കുക, ജയാളികളായി തീരുക. ആ നാമത്തിലുള്ള വിശ്വാസം എന്തു ചെയ്യും? അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ആ നാമത്തിലുള്ള ആ നാമം പെർഫെക്റ്റ് ആക്കും. അതായത് ഈ ചെറുപ്പക്കാരൻ എന്തുപറ്റി? അവൻ പൂർണ്ണ ആരോഗ്യം പ്രാപിച്ചവനായി തീർന്നു. അവൻ്റെ ജീവിതത്തിൽ ഒന്നും കുറവില്ലാത്തവനായി തീർന്നു. അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമാണോ, അത് രോഗമാണോ, നിങ്ങൾ മുമ്പിൽ ഒരു കൺഫ്യൂഷനാണോ, നിങ്ങളുടെ ബിസിനസ്സിനകത്തെ ചലഞ്ചസ് ആണോ, നിങ്ങളുടെ ഫാമിലി ലൈഫിലുള്ള പ്രശ്നങ്ങളാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടുകളാണോ, നിങ്ങളുടെ ദേശത്തുണ്ടായിരിക്കുന്നതായ കലാമിറ്റീസ് ആണോ, എന്തു തന്നെ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആ സാഹചര്യത്തെ ദൈവഹിതപ്രകാരമുള്ളതാക്കി മാറ്റാം. നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾ കൽപ്പിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുപോലെ ഈ നാമത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. കാരണം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്നുള്ളത് യേശു തന്നെ നമുക്ക് വചനത്തിലൂടെ ഉറപ്പ് തന്നിരിക്കുന്നതാണ്. അതുപോലെ ഈ നാമത്തിൽ നമുക്ക് ധൈര്യമായിട്ട് നടക്കുവാൻ കഴിയും. കാരണം നമ്മൾ ആ നാമം ഉപയോഗിക്കുന്നത്, നമ്മൾ അവൻ്റെ കാരിയേഴ്സാണ്, അവൻ്റെ സാന്നിധ്യത്തെ വഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ തളരരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് യേശുവിൻ്റെ നാമം ഉപയോഗിക്കാം. ഈ നാമത്തിൽ ശക്തിയുണ്ട്, ഈ നാമത്തിൽ അധികാരമുണ്ട്, ഈ നാമത്തിൽ കുരുടർ കാണും, ഈ നാമത്തിൽ ചെകിടർ കേൾക്കും, ഈ നാമത്തിൽ മുടന്തർ നടക്കും. അതെ, റിനാഡ് ബോങ്കെ പറഞ്ഞതുപോലെ, അതെ, പത്രോസിൻ്റെ വായിൽ ആ നാമം എങ്ങനെയായിരുന്നു അതുപോലെ നമ്മുടെ നാവിലും ഇന്ന്.
ആമേൻ. അത് നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രവൃത്തിയോ അല്ല. പിന്നെന്തോ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. ആ നാമത്തിൽ അധികാരമുണ്ട്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യത്തോടെ നിങ്ങൾ ഏതവസ്ഥയിലാണോ ഈ നാമം ഉപയോഗിച്ച് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുക. ഈ നാമം ഉപയോഗിച്ച് മറ്റുള്ളവരെ വിടുവിക്കുക. ഈ നാമം ഉപയോഗിച്ച് പൈശാചിക ശക്തികളെ പുറത്താക്കുക. യേശുവിൻ്റെ നാമത്തിൽ അസാധാരണമായ ശക്തിയുണ്ട്. സകല നാമം അവൻ്റെ നാമം മാത്രം, അവൻ്റെ നാമം ഏറ്റുപാടും. എല്ലാ മുട്ടും അവൻ്റെ മുമ്പിൽ മടങ്ങും. സകല നാമത്തിലും മേലായ നാമമായ പിതാവ് യേശുവിൻ്റെ നാമത്തെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ യേശുവിൻ്റെ നാമം ഉപയോഗിക്കുക. ജയാളികളായി മുന്നേറുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇഗ്നോറൻ്റ് ആകരുത്. There is power in the name of Jesus. There is authority in the name of Jesus. അതുകൊണ്ട് ഇഗ്നോറൻ്റ് ആയി പോകല്ലേ. യൂസ് ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുക. അത്ഭുതങ്ങളെ കാണുക. കർത്താവ് ഈ പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽ നിങ്ങൾക്ക് ഒരു സാഹചര്യം കർത്താവ് തരും ഈ നാമം ഉപയോഗിക്കുവാൻ. യൂസ് ദ നെയിം ഓഫ് ജീസസ് ആൻഡ് സീ ദ മിറക്കിൾ. ഗോഡ് ബ്ലെസ് യു. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.